ഹലോ എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ബ്രൈറ്റൺ ആർസണൽ ആമെക്സിൽ നടന്ന മാച്ചിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, നമുക്കറിയാം ഒരു ഡ്രോയിലാണ് മത്സരം കലാശിച്ചത്. ആൻഡ് ഇന്ന് നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഈ മാച്ചിനെ ഡിസ്കഷനിൽ ദീപക് ബ്രോ നമ്മുടെ കൂടെ ഉണ്ടാവും. വെൽക്കം ദീപക് ബ്രോ ടു ദ സ്ട്രീം. ഹലോ. അപ്പൊ ഹായ്. ഓക്കെ, അപ്പോ ബ്രൈറ്റൺ വേഴ്സസ് ആർസണൽ അവേ ഗെയിം ടഫാണ്, നമുക്കറിയാം, ടഫ് ഗെയിമാണ്. ബട്ട് ഗിവൺ ദ സർക്കംസ്റ്റാൻസസ്, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഇസ് ഇറ്റ് എ പോയിന്റ് ഡ്രോപ്ഡ് ഓർ എ പോയിന്റ് ഗെയിൻഡ്? സത്യം പറയാലോ, ഇത് ഒന്നല്ല മൂന്നാമത്തെ കളിയാണ് ഇങ്ങനെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇതിപ്പം ടൈറ്റിൽ ലിവർപൂളിന് കൊടുക്കുന്നതായിരിക്കും ഈസി. ടു ബി ഫെയർ, ഇപ്പൊ ഈ നമ്മൾ ഈ ക്രെഡിറ്റ്സ് കൊടുക്കണം എന്ന് നമുക്ക് കമന്റ്സിലൊക്കെ കാണുമല്ലോ ലിവർപൂളിൽ. ആ ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പോയിന്റ് നമുക്ക് ഗെയിൻ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മുടെ ഊള കളി കാരണം 6 പോയിന്റ് നമ്മൾ കളഞ്ഞു. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഒബ്വിയസ് നമുക്ക് 6 പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ, അതും ജയിക്കേണ്ട സ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ ലൂസ് ചെയ്ത 6 പോയിന്റുകൾ. തോറ്റ കളികളോ അതൊന്നും ഞാൻ നോക്കുന്നില്ല. ജയിക്കേണ്ട സ്ഥാനം, ഇപ്പം ഇനീഷ്യലി പിടിച്ച ഡ്രോ ഒന്നും കൺസിഡർ ചെയ്യണ്ട. ജയിക്കേണ്ട സ്ഥാനത്ത് നിന്ന് പിടിക്കേണ്ട 3 കളികളിൽ 6 പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 3 പോയിന്റിന്റെ ഡിഫറൻസിൽ ആർസണലും, ലൈക്ക് ഗെയിം ഇൻ ഹാൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ 3 പോയിന്റിന്റെ ഡിഫറൻസിൽ ആർസണലും ലിവർപൂളും നിന്നേനെ. ദാറ്റ് ഈസ് ആർസണൽ വേഴ്സസ് ലിവർപൂൾ എന്നൊരു ഗെയിം ഫാക്ടർ എടുക്കാൻ മതിയായിരുന്നു. നമുക്ക് നമ്മളിൽ ഹോപ്പ് പ്രതീക്ഷിക്കായിരുന്നു. മനസ്സിലായി? ഇതിപ്പം നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, കമ്പയർ ടു 2 ടീംസ്, ഇപ്പൊ നമ്മൾ കളിച്ച ബ്രൈറ്റൺ ആണെങ്കിലും ലിവർപൂൾ കളിച്ച യുണൈറ്റഡ് ആണെങ്കിലും ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റൺ ഈസ് ബെറ്റർ ദാൻ യുണൈറ്റഡ്. ആണോ? നമ്മൾ അവേ കളിച്ചു, ഒരു ഹോം കളിച്ചു. 2-2 ഡ്രോ, അവർക്കും നമുക്കും ഡ്രോ. കൺസിഡറിങ് ഈ 2 ഗെയിം മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കായിരുന്നു അപ്പർ ഹാൻഡ് ഉണ്ടായത് ഈ ഒരു ഗെയിമാണ്. പക്ഷെ ഓവറോൾ സീസൺ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ലോസ്റ്റ് ഇറ്റ്. നമ്മൾ സത്യം പറഞ്ഞ 2 പോയിന്റ് ഡ്രോപ്ഡ്. ജയിക്കേണ്ട സ്ഥാനത്ത് നിന്നും ഫസ്റ്റ് ഹാഫ് നല്ലപോലെ കളിച്ചു എന്ന് പ്രതീക്ഷ നിന്ന സ്ഥാനത്ത് സെക്കൻഡ് ഹാഫ് കൊണ്ട് വിപരീതമായി കളിച്ച് നശിപ്പിച്ചൊരു കളി എന്ന് ഞാൻ പറയുള്ളൂ. നമ്മളിപ്പോ കളിക്കുന്ന ഒരു കളിയുടെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് നമ്മളിപ്പോ കളിക്കുന്ന ഏത് ലെവലാണെന്നറിയോ? ഈ ടുഷല് ചെൽസി ഉണ്ടായിരുന്ന ടൈമില് ഒരു സമയത്ത് കളിച്ചിരുന്ന ഒരു കളി ഉണ്ടായിരുന്നു. അതായത് ടുഷല് ട്രോഫി അടിച്ചു, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പ്രീമിയർ ലീഗിൽ പുള്ളിയുടെ ഒരു ഫോം ഉണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ ഫോം ഇപ്പോഴും ഒരു തേർഡ് റേഞ്ച് ആയിരിക്കും. തേർഡ്, ചിലപ്പോൾ സെക്കൻഡ് കയറും, ചിലപ്പോൾ പിന്നെ തേർഡ്, മോസ്റ്റ്ലി തേർഡ് ആയിരിക്കും. ടൈറ്റിൽ റേസിലേക്ക് എത്തിയില്ല, എന്നാൽ ടോപ്പ് 4 റേസിലോട്ട് ഡ്രാഗ് ആവുകയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ്. ഞാനിപ്പം ആ ഒരു മാനസിക ചിന്തയിലേക്ക് ഇറങ്ങി വന്നു. അതായത് ടൈറ്റിൽ റേസ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ആ എക്സ്പെക്ടേഷൻ മറക്കാം ഈ ഒരു ടൈമില്, അല്ലേ? മറക്കാം. നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് ലിറ്ററലി പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. 2000 നമ്മൾ 5th ഫിനിഷ് ചെയ്ത സീസണിലെ 2021-22 ആ സീസൺ പോലും ഇതിൽ നന്നായിട്ട് നമ്മൾ കളിച്ചു എന്ന് പറയാം. അല്ല, എനിക്ക് ഇന്നലത്തെ കളിയുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇന്നലത്തെ കളി ഈവൻ ലാസ്റ്റ് മിനിറ്റ് ഒരു ഗോൾ അടിച്ച് ജയിച്ചിരുന്ന പോലും നമുക്ക് പറയാം 3 points ഇൻ ദ ബാഗ് എന്നൊക്കെ പറയാം. പക്ഷെ പെർഫോമൻസ് നോക്കുമ്പോ ഈ പ്ലേയേഴ്സിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പ്ലേയേഴ്സ് ഒക്കെ മൊത്തത്തിലുണ്ടല്ലോ ഡിഫെൻസീവ് മൈൻഡ് സെറ്റിലേക്ക് മാറി. മാർട്ടിനെല്ലിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് അറിയാം, ചില പ്ലേയേഴ്സ് ഉണ്ട്, ചില പ്ലേയേഴ്സിന് ബോൾ കിട്ടിയാൽ അവരുടെ ഓട്ടോമാറ്റിക് ഇൻസ്റ്റിങ് അറ്റാക്ക് ചെയ്യാനായിരിക്കും. മാർട്ടിനെല്ലി വന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. പക്ഷെ ഇപ്പൊ മാർട്ടിനെല്ലി എന്ന പ്ലെയർ കംപ്ലീറ്റ്ലി ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് ആയി മാറി. ഇന്നലെ വെനിയേരി കളിച്ച സമയത്ത് നമ്മൾ കണ്ടു, വെനിയേരി കളിച്ച സമയത്ത് സ്പേസ് ഓപ്പൺ ആവാൻ തുടങ്ങി. അവൻ ഡയറക്റ്റ് ആയിട്ട് കളിച്ചു, അതിന്റെ ഫലമായിട്ടൊരു ഗോളും വന്നു. ഫസ്റ്റ് ഹാഫ് വാസ് മച്ച് ബെറ്റർ. കഴിഞ്ഞ കുറെ കളികളായിട്ട് നമ്മൾ കണ്ടതിൽ വെച്ച് മച്ച് ബെറ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ ആ പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫ് പ്രതീക്ഷിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻവെനിയേരിക്ക് ഒരു ചെറിയ ഇഞ്ചുറി, മസ്കുലർ ഇഷ്യൂ വന്നതുകൊണ്ട് മാർട്ടിനെല്ലി ഇറക്കി.
ബട്ട് ദെൻ മാർട്ടിനെല്ലിയെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ മാർട്ടിനെല്ലി ഇപ്പൊ ഇങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ടാക്ടിക്സിൽ ട്രെയിൻഡ് ആയി പുള്ളി ഇപ്പൊ ഫുള്ള് ഡിഫെൻസീവ് ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. എടാ മാർട്ടിനെല്ലിനെ സത്യം പറഞ്ഞാൽ തോമസ് പാർട്ടേനെ മാറ്റിയിട്ട് റൈറ്റ് ബാക്ക് കളിപ്പിച്ചാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു ചില ഞാൻ സമയത്ത്. അത് ആലോചിക്കുന്നത്. അവൻ ഡിഫെൻസീവ് കിടലുമായിട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ പ്രൈമറി അറ്റാക്കറാണ് അവൻ. ഫോർവേഡ് ആണെങ്കിൽ അവന് ആ ഒരു ചിന്തയില്ല. അറ്റാക്ക് എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് വൺ ഓൺ വൺ ചാൻസ് വെന്നിയരിക്ക് കിട്ടിയതുപോലെ മാർട്ടിനെല്ലിക്ക് സെക്കൻഡ് ഹാഫിൽ ഒരെണ്ണം കിട്ടി. അത് ഓടാണ്ട് വെച്ചോണ്ടിരുന്നിട്ട് ഇവിടെയാണ് സത്യം പറഞ്ഞാൽ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സിമ്പിൾ ഓവറോൾ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നടന്നതിന്റെ നേരെ വിപരീതമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറ്റി കഴിഞ്ഞ സമയത്ത് ഇതേ അവസ്ഥയിലായിരുന്നു, പക്ഷേ അവർ ഇങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം ക്യാപിറ്റലൈസ് ചെയ്തു. നമ്മൾ അത് ചെയ്യുന്നില്ല. വി ആർ ഗിവിംഗ് ഇറ്റ് ടു ലിവർപൂൾ. ഈസി ആയിട്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ ലിവർപൂൾ ജയിക്കില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ലിവർപൂളിന് അപ്പർ ഹാൻഡ് ഉണ്ട്, നമുക്കത് പിടിക്കാമായിരുന്നു. ലിവർപൂള് നമ്മുടെ ഈ കളി വെച്ചിട്ട് ഒരിക്കലും ലിവർപൂൾ ഇനി ജയിക്കാണ്ടിരിക്കാൻ പറ്റും. കാരണം അവരിത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റൂല. കാരണം അത്ര ഈസിയാണ്. വേറെ ഒരു ടീം ഒരു രീതിയിലും പെർഫോം ചെയ്യുന്നില്ല. സോ അവർ അത്ര വലിയ ഡ്രോപ്പ് ഓഫ് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ടൈറ്റിൽ ലൂസ് ആവൂ. ടൈറ്റിൽ ടു ബി ഫെയർ ഇറ്റ് ഈസ് ഇൻ ലിവർപൂൾ ഹാൻഡ്. ഡെഫിനറ്റ്ലി. അവിടെ ഞാൻ തെറ്റ് പറയുന്നത് ആർസനൽ ക്യാപിറ്റലൈസ് ചെയ്യാത്തതിന്റെ വലിയ മിസ്റ്റേക്കുകളാണ് അവിടെ. അതാ പറയുന്നത്. ഞാൻ സെയിം നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് സെയിം ആണ്. നമ്മള് ലിവർപൂളിന്റെ ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ല, ഓപ്പോസിറ്റ് ആണ്. കാരണം അവര് ആ ഒരു ക്ലോപ്പ് പോയ എൻഡ് ഓഫ് ദ സീസണില് ആ നെക്സ്റ്റ് സീസൺ അവർ വീണ്ടും ഇപ്പൊ സലയൊക്കെ അങ്ങനെ ആ ഒരു ഫോമിൽ കളിക്കുമ്പോ അവരുടെ മെന്റാലിറ്റിയാണ് ഞാൻ നോക്കുന്നത്. വാട്ട് എ മെന്റാലിറ്റി അവരുടെ. നമ്മുടെ പ്ലേയേഴ്സ് ഒരു മെന്റാലിറ്റി പോയിട്ട് ഒന്നുമില്ല. ഓണസ്റ്റ്ലി ആ ഫോർവേഡ് ലൈനിന് അറ്റാക്ക് ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ല. ഞാൻ തമാശല്ല, ഞാനിത് ഇന്നലെ ഇത് ആലോചിക്ക. തമാശ എന്ന് പറഞ്ഞു ലിറ്ററലി പറയുവാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ കഴിഞ്ഞ സീസണിന്റെ അവസ്ഥയിലെ നേർ വിപരീതം വേസ്റ്റ് സിനാരിയോയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്തൊരു ഇതിപ്പം എല്ലാരും ബ്ലെയിം ചെയ്യേണ്ട അവസ്ഥ. ആർട്ടറ്റയുടെ ടാക്ടിക്സിലെ ബ്ലെയിം ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യണം, പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി ബ്ലെയിം ചെയ്യണം. ഇത് ഈക്വലി ലൈക്ക് മൊത്തത്തിൽ ആർട്ടറ്റേനെയും കുറ്റം പറയാൻ പറ്റൂല, പ്ലേയേഴ്സിനെയും കുറ്റം പറയാൻ പറ്റൂല. അങ്ങനെയല്ല, ആർട്ടറ്റേനെയും കുറ്റം പറയണം, പ്ലേയേഴ്സിനെയും കുറ്റം പറയണം. അതന്നെ മീൻസ് അങ്ങനെ സോറി തിരിച്ച് ലൈക്ക് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റൂല എന്ന് ഉദ്ദേശിച്ചു. രണ്ടുപേർക്ക് ഈക്വൽ ഇതുണ്ട്. ഒരു കണക്കിൽ നോക്കി ഡിഫെൻസീവ്ലി കൂടുതൽ കളിപ്പിക്കുന്ന ആർട്ടറ്റയുടെ വലിയ മിസ്റ്റേക്ക്. പ്ലേയേഴ്സ് ഫോർവേഡ് ലൈനിൽ കളിക്കണം എന്ന് പറയുമ്പോൾ അവരുടേതായ ഫോർവേഡ് തിങ്കിങ് ഇല്ലാത്ത പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്ക്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇവരെല്ലാരും ഫോർവേഡ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്ലേയേഴ്സ് ആണ്. എങ്ങനെ ഒരു 2 സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ അറ്റാക്ക് ചെയ്യണമെന്നില്ല, ഫുൾ ഡിഫെൻസീവ്. ഒരു സീസണിന്റെ പകുതി കഴിഞ്ഞപ്പോ കഴിഞ്ഞ സീസണിന്റെ ജനുവരി സ്റ്റാർട്ടിൽ നമ്മൾ കളിച്ച പോലെ അല്ലല്ലോ ഇപ്പൊ കളിക്കുന്നത്. അല്ല ഡെഫിനറ്റ്ലി അല്ല. പിന്നെ ടീമില്ല എന്ന് പറയരുത്. കാരണം ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് എടുത്തിരിക്കുന്നത് ലീഗ് അടിക്കാനാണ്. ഇത് ആർട്ടറ്റയുടെ സ്ക്വാഡാണ്, ആർട്ടറ്റ വാങ്ങിച്ച സ്ക്വാഡ് പ്ലേയേഴ്സ് ആണ്. അപ്പം ഇതൊരിക്കലും ആ ഒരു കാര്യത്തിൽ ഇഞ്ചറീനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇഞ്ചറീനെ ബ്ലെയിം ചെയ്യണമെങ്കിൽ അതും ബോർഡ് ആൻഡ് ആർട്ടറ്റ തന്നെ അത് ആ ഒരു കാര്യം അവര് തന്നെ അത് സ്വയം ഏറ്റെടുക്കണം. കാരണം അവർ കറക്റ്റ് ആയിട്ടൊരു ബാക്കപ്പ് സാക്കറ്റ് വെച്ചില്ല. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അന്നൊന്നും ക്യാപ്റ്റനെ ഒന്നും പറഞ്ഞില്ല. കാരണം ഓക്കെ പുള്ളിക്ക് അതാണ് ഓക്കെ എങ്കിൽ സ്റ്റെർലിംഗ് ആണ് ബെസ്റ്റ് എങ്കിൽ ഓക്കെ, നോ വറീസ്. പക്ഷെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടണം. അല്ല, സ്റ്റെർലിംഗ് ആണെങ്കിൽ ബെസ്റ്റ് ഓക്കെ എങ്കിൽ എവിടെ കളിപ്പിക്കുന്നു? അല്ല അതേ പറഞ്ഞു. അതാ പറഞ്ഞ ഒരു രീതിയിലും നമുക്ക് കാണുന്നില്ല. ഈ നിങ്ങള് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ആ ഒരു പോസിറ്റീവ് സൈൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ സീസൺ സമ്മറിൽ റൈസിനെ വാങ്ങിച്ചപ്പം ഓക്കെ ഇത് ഇനി നമ്മൾ നല്ല രീതിക്ക് തന്നെ കയറും. കാരണം റൈസ് പോലെയൊരു പ്ലേ. പക്ഷെ എനിക്കറിയില്ല എന്തുകൊണ്ടോ അറ്റാക്കിങ് ഇപ്പൊ ഒട്ടും ക്ലിക്ക് ആവുന്നില്ല. ഒരു രീതിയിലും ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഒന്നും ചെയ്യുന്നില്ല പ്ലേയേഴ്സ്. ഒരു സ്റ്റൈൽ കളി, ഒരു ഭയങ്കര എന്താ പറയാ ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു കളി കാണാൻ പോലും നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5th ഫിനിഷ് ചെയ്ത ആ സീസണിൽ ആദ്യത്തെ 3 കളി നമ്മൾ തോറ്റ് 20th പൊസിഷനിൽ നിന്ന് ആ സീസണിൽ നമ്മൾ ഇതിലും ഭേദമായിട്ട് കളിച്ചു എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് ലെവൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഇപ്പൊ കുറെ ഫാൻസ് ഇപ്പൊ ആർച്ചറ്റിനെ ഡയറക്ട്ലി കുറ്റം പറയുന്ന ആർച്ചറ്റ് ഔട്ട് പറയുന്നു. വി കനോട്ട് ബ്ലെയിം ദം. നമ്മൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ഇപ്പൊ ബ്ലെയിം ചെയ്യാതിരിക്കുന്ന പറഞ്ഞാൽ ഔട്ട് എന്ന് ഞാൻ ഔട്ട് സപ്പോർട്ടർ അങ്ങനെയല്ല പറയുന്നത്. ഒരു ബ്ലെയിം പോവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് അവർക്ക് തെറ്റ് പറയാൻ പറ്റാത്ത അവസ്ഥ. അതെ, ഇപ്പൊ നമുക്ക് അവർക്ക് അവരെങ്ങനെ പറഞ്ഞാലും നമുക്ക് തിരിച്ചു പറയാൻ പറ്റൂല. അത് അങ്ങനത്തെ ഇപ്പൊ ആ സമയത്ത് നമുക്ക് ഓർമ്മ, നമ്മള് ഈ ആ 21-22 മുമ്പുള്ള സീസൺ ഇല്ലേ, നമ്മൾ 8th ഒക്കെ ഫിനിഷ് ചെയ്ത ആ ടൈമിൽ വരെ നമ്മൾ ആർട്ടറ്റിനെ ബാക്ക് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോസസ്, ആ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഒരു സസ്റ്റൈനബിൾ സ്ട്രക്ചർ ആണ് ഇനി അങ്ങോട്ട് വരാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു പീക്ക് ആണെന്ന് തോന്നുന്നു എനിക്കൊന്ന് കഴിഞ്ഞ സീസൺ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. ഇനി അങ്ങനെ ഒരു ഫോം നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു അത് കണ്ടില്ലെങ്കിൽ 22-23 ഫോം എടുക്കാനെങ്കിലും പറ്റും. അത് അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും ഒരു സുഖം ഉണ്ടായിരുന്നു. അല്ലടാ, കഴിഞ്ഞ സീസണിന്റെ ആ ഫോമിന്റെ 100% വേണ്ട, 70% മതി സത്യം പറഞ്ഞ. അതുപോലും ഇല്ലല്ലോ. അതാ പറഞ്ഞ പല ഇന്നലത്തെ മാച്ചിൽ എനിക്ക് ബ്രൈറ്റൺ ഭയങ്കര കളിയായോണ്ടല്ല അത് ഇവര് ഡ്രോ പിടിച്ചത്. ബ്രൈറ്റൺ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. അവരുടേതായ രീതിയിൽ നല്ല രീതിക്ക് അവര് ഹോമിൽ കളിക്കേണ്ട രീതിയിലാണ്. എന്നുവെച്ചാൽ സാധാരണ ഒരു ടീം എന്താ പറയാ അവയെ ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ റെസ്പെക്ട് കൊടുക്കുന്നതല്ല. പക്ഷെ എന്നാൽ നമുക്കെതിരെ അവർ അത്യാവശ്യം റെസ്പെക്ട് തന്നു തന്നെയാണ് കളിച്ചത്. നമ്മളത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തില്ല. നമ്മളത് കറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവിടെ വെന്യേരി പോയതോടെ അവർക്ക് സത്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് 8-on-11 എന്ന സീനായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡിഫെൻസീവ് സൈഡിൽ അവർക്ക് 11-11. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞ ഇപ്പൊ കുറെ പേര് മറ്റേ റഫറി ബ്ലെയിം പറയുന്നുണ്ട്. അത് ബുൾഷിറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ, അത്രേ ഉള്ളൂ. കാരണം അതൊക്കെ അതൊരു ബുൾഷിറ്റ് ഡിസിഷൻ ആയിരിക്കാം, ആവാതിരിക്കാം. ഇറ്റ്സ് മേ ബി അതൊന്നും നമ്മുടെ വിഷയമല്ല. കാരണം വി ഷുഡ് ഹാവ് സ്റ്റിൽ ഡൺ സംതിങ് ടു വിൻ ദ ഗെയിം, അല്ലേ? അതെ. എടാ, നമ്പർ ഓഫ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് സെക്കൻഡ് ഹാഫിൽ എത്ര? 0-1 കണ്ടായിരുന്നു. അവിടെ തന്നെ ഇപ്പം ആ റഫറി ഡിസിഷനിൽ ഒരു കാര്യമില്ല, മനസ്സിലായി? എനിക്കത് പറയാനേ ഇല്ല. ഇവിടെ പറയാനുള്ളത് ആർസണൽ പ്ലെയേഴ്സ് മൊത്തത്തിൽ മീൻസ് ഒരു ഡ്രോപ്പ് ഓഫ് ആയി എന്ന് എനിക്ക് നല്ല രീതിക്ക് തെളിയിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഇത് ഇനിയൊരു ആ ഫോർവേഡ് ലൈൻ ഫ്രഷ് ആക്കോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അവർക്ക് ഒരു മോട്ടിവേഷനും ഇല്ലാത്ത രീതിയിലാണ് അവർ കളിക്കുന്നത്. സാക്കി ഉണ്ടെങ്കിൽ ഓക്കെ, മേ ബി നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടുമായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു മൊമെന്റ് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു, പക്ഷെ അപ്പോഴും ദ ഹോൾ ടീം പെർഫോമൻസ് അവിടെ കൂടുന്നില്ല, അവിടെ വലിയ വ്യത്യാസം വരുന്നില്ല. അവിടെയാണ് എന്റെ ഇഷ്യൂ എന്ന് പറയുന്ന ടീം പെർഫോമൻസ് ഇല്ലാത്തതാണ്. ബട്ട് ഇപ്പൊ ആരോട് പറയാൻ, പിന്നെ നമ്മളിത് ചെയ്യുമ്പോ നമുക്കൊരു നമ്മുടെ മനസ്സിലുള്ള വിഷമം പുറത്തു വരുന്നത്, അത്രേ ഉള്ളൂ. എനിവേ നല്ലൊരു ചാൻസ് ആണ്. നമ്മള് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് 3 സിമിലർ സിറ്റുവേഷൻസ്. അതായത് നമ്മള് ഫുൾഹാമായിട്ടും എവർട്ടണായിട്ടും ഡ്രോ ചെയ്ത ടൈമില് ന്യൂകാസലായിട്ടും വേറൊരു ടീമുമായിട്ടും ലിവർപൂൾ ഡ്രോ ആയിരുന്നു. ഫുളമാണെന്ന് തോന്നുന്നു. എടാ, ഇതാണ് സെയിം 3 സിനാരിയോസ്. നമ്മള് 2 കളി ഡ്രോ പിടിച്ചപ്പോ അവരും ഡ്രോ പിടിച്ചു, ഇപ്പോഴും ഡ്രോ പിടിച്ചു. ഓൺലി തിങ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ മറ്റേ ഇത് പറയൂലേ, ഫ്രണ്ടിൽ ഒരു ചിക്കൻ ബിരിയാണി വെച്ചിട്ട് കഴിക്കരുത് നോക്കിയിരുന്നോ ഒന്ന് കൊതിപ്പിക്കുന്ന അവസ്ഥയില്ലേ, അതാണ് ഇപ്പോഴും നടക്കുന്നത്. അറ്റ് എൻഡ് ഓഫ് ദ ഡേ അവര് കേറിപ്പോവും ഫോർ ഷുവർ. മേ ബി ഇതുപോലെ ഒരു ചാൻസും കൂടെ അല്ലെങ്കിൽ 1-2 ചാൻസും കൂടെ നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യൂല. ഈ അവസ്ഥയിൽ പോകാൻ ചെയ്യില്ല. അതാ പറഞ്ഞ ബ്രോ, ഞാൻ എന്താ അറിയോ, ഞാൻ ഇതിന് എടുത്തു പറയുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ചാണ് ബോൺമത്ത് മാച്ച് കാണാൻ പോയത്, അല്ലേ? ബോൺമത്ത് മാച്ചിൽ എന്താ സംഭവിച്ചത്? എമിറേറ്റ്സിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ 2-0 ആദ്യം അവർ സ്കോർ ചെയ്തു. നമ്മള് കിളി പറന്നിരിക്കുകയായിരുന്നു. ഫസ്റ്റ് മിനിറ്റിൽ ഒരു ഗോള്, ഫസ്റ്റ് ഹാഫിൽ വേറൊരു ഗോള്, 2-0. നമ്മള് ഫസ്റ്റ് ഗെയിം കാണാൻ വന്ന ഗെയിം തന്നെ അടപടല മൂഞ്ചി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ലാസ്റ്റ് സെക്കൻഡ് വരെ നമുക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു. ആ ബിലീഫ് എനിക്ക് ഇന്നില്ല. അതാണ് ഇന്നത്തെ ഇഷ്യൂ. അതാ ഒരു ഗോള് 1-0 നിന്ന് കഴിഞ്ഞാൽ ഇപ്പം
പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. 2-0 നിൽക്കുവാണെങ്കിൽ തന്നെ പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പം വിശ്വാസം കുറവായിരിക്കും. അവര് തിരിച്ചു പറഞ്ഞാൽ എന്തായാലും അടിക്കുമെന്ന് ഉറപ്പാ എന്നുള്ള സീൻ. പിന്നെ അവര് ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് സ്കോർ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം കഴിഞ്ഞ സീസൺ എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായി. നമ്മൾ തിരിച്ച് കംബാക്ക് ഒരു 100% അതൊക്കെയാണ് പ്രശ്നം. അതെല്ലാം അത് മാനേജറിന് ബ്ലെയിം പോകണം എന്ന് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. സത്യം പറഞ്ഞാൽ ആ മെന്റാലിറ്റിന്ന് പെട്ടെന്ന് താഴെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റി, വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? അത് ലൈക്ക് ആർച്ചത്തെ ഇത് എന്തുകൊണ്ട് അഡ്രസ് ചെയ്തില്ല? ഫ്രം എവർട്ടൺ ടു ഫുള്ളം ആ ഗെയിം തൊട്ട് പിന്നെ ഒന്ന് തിളങ്ങി, പിന്നെയും ഡൗൺ ആയി. അപ്പൊ ആ ഡൗൺ വരാൻ കാരണം എന്താ? അവിടെയാണ് പ്രശ്നം. എനിവേ ഇനിയിപ്പോ അതിനകത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യം ഇനിയിപ്പോ ആകെ ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് എന്താ പറയാ, ഈ വരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ പ്ലേയേഴ്സിനെ നല്ല പ്ലേയേഴ്സിനെ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം നമുക്കിനി അവസ്ഥ ഞാൻ ഒന്നും കണ്ടില്ല. അപ്പൊ നമുക്കിനിയിപ്പോ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ സൈഡിലോട്ട് പോവാം. നമുക്ക് കുറച്ച് 1-2 റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. നമുക്കറിയാം ഇപ്പം ട്രാൻസ്ഫർ മറ്റിയസ് കുഞ്ഞിയല്ലേ? മറ്റിയസ് കുഞ്ഞിയുടെ കാര്യം നമ്മൾ അന്ന് ഒരിക്കൽ ഡിസ്കസ് ചെയ്തു. കാരണം നമ്മള് അത് ഒരു കോൺട്രാക്ട് നെഗോസിയേഷൻ അവര് ഈ ക്ലോസ് ആണ് വൂൾസും. അതൊരു ജസ്റ്റ് ഒരു ഏജന്റ് പരിപാടിയാണെന്ന് എനിക്ക് തോന്നി പിന്നീട്. കാരണം അവരുടെ ഒരു സാലറി ഒക്കെ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പുതിയൊരു കോൺട്രാക്ടിന് വേണ്ടിയുള്ള ഒരു ഗിമ്മിക്ക് ആയിരുന്നു. സോ അതിൽ ഇനിയിപ്പോ നോക്കണ്ട, മറ്റിയസ് കുഞ്ഞിസ് ഔട്ട്. പിന്നെ പറഞ്ഞിട്ട് പിന്നെ ഈ നമ്മുടെ വെസ്റ്റ് ഹാമിലെ കുഡൂസിന്റെ അഗൈൻ അത് വലിയ ഒരു റൂമേഴ്സ് മാത്രമാണ്, സോളിഡ് ആയിട്ടൊന്നുമില്ല. സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്, പക്ഷെ അത് ആർസണൽ ആണോ എന്നറിഞ്ഞൂടാ. ബട്ട് സ്കൈ ഹാസ് റിപ്പോർട്ടഡ് ഡഗ്ലസ് ലൂയിസ് ഈസ് അവൈലബിൾ ഫ്രം ജുവന്റസ്. 2 Premier League clubs have enquired for Douglas Luiz എന്നാണ് സ്കൈ പറഞ്ഞു. പക്ഷെ അത് ഏത് ക്ലബ്സാന്ന് പറയുന്നില്ല. എന്റെ വിശ്വാസം മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ആർസണലാണ്. അതിലൊന്ന് മാൻ സിറ്റി ആണെന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. അവര് കുറച്ച് നാളായിട്ട് ആ ഡഗ്ലസ് ലൂയിസിനെ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മളും ആക്ച്വലി നമ്മള് ലിങ്ക്സ് ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ആൻഡ് അപ്പോ ഡഗ്ലസ് ലൂയിസ് നല്ലൊരു സൈനിങ് ആണ്. പക്ഷെ നമുക്കിപ്പോ വേണ്ട സൈനിങ് ആണോ എന്ന് വെച്ചാൽ ഇല്ല. ഡഗ്ലസ് ലൂയിസ് നോട്ട് ദി റൈറ്റ് സൈനിങ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ മിഡിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം കവറിനാണെങ്കിലും ഇപ്പൊ പാർട്ടേ ഞാൻ പറയട്ടെ, ഫോർവേഡ് ലൈനിൽ ഈ മിഡിന്ന് വരുന്ന പാസുകൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പ്ലെയേഴ്സ് ഉണ്ടെങ്കിലല്ലേ മിഡിനെ നമുക്ക് ബ്ലെയിം ചെയ്യാം. അതൊക്കെ അവർക്ക് പാസ് കിട്ടുന്നത്. ഇത് ഈ പാസ് കൊടുത്താലും യൂട്ടിലൈസ് ചെയ്യാത്ത പ്ലെയേഴ്സ് ഫ്രണ്ടിലുള്ളപ്പോ അവർക്ക് എന്തിനു പാസ് കൊടുക്കണം? മനസ്സിലായി? യെസ്, അതുകൊണ്ടാണ് ഇപ്പൊ വേറൊരു റൂമർ വന്നിട്ടുണ്ട്, ഡ്യൂസാൻ ബ്ലാഹോവിച്ച്. ഡ്യൂസാൻ ബ്ലാഹോവിച്ചിന്റെ ഒരു റൂമർ വന്നിട്ടുണ്ട്. കാരണം പുള്ളി ജുവന്റസ് ആയിട്ട് കുറച്ച് സീനാണ്, ആകെ കുറച്ച് ഇഷ്യൂ ആയിട്ട് നടക്കുകയാണ്. അപ്പോ ഇനി ഇറ്റ്സ് ഓൾ എൻഡഡ് ബിറ്റ്വീൻ ജുവന്റസ് എന്നാണ് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഓഫ്ലോഡ് ചെയ്യാനാണ് ജുവന്റസ് നോക്കുന്നത്. പറ്റിയാൽ ഒരു ലോൺ ഈ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ, എന്നിട്ട് പിന്നെ അത് പെർമനന്റ് ആക്കാനായിരിക്കും. ആർസണൽ എൻക്വയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ട്വിറ്ററിൽ കണ്ടു. ബട്ട് നോട്ട് എനി എന്താ പറയാ, ആ ഒരു ഇറ്റാലിയൻ സോഴ്സസ് റിപ്പോർട്ട് ചെയ്തത്. ഇറ്റാലിയൻ സോഴ്സസ് ആണ്, നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പം ഇപ്പോൾ കറന്റ്ലി ഇതൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ലിങ്ക്സും ഇല്ല. ഈ സമ്മർ വിൻഡോ, ഈ ജനുവരി വിൻഡോ ഇപ്പൊ നമ്മൾ ഒന്നും സൈൻ ചെയ്യാൻ പോണില്ല. ഇത് വെച്ച് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ജനുവരി സമ്മർ ആകുമ്പോഴത്തേക്കും ജനുവരി വിൻഡോയിൽ നമ്മൾ സൈൻ ചെയ്യാത്തോണ്ട് ട്രോഫി അടിച്ചില്ല എന്നും പറഞ്ഞൊരു കഥയും വരും. മേ ബി ഇതിൽ ലോൺ ചെയ്യായിരിക്കും. ഇതിലൊരു ലോൺ പ്ലെയർ വരും. ഞാൻ പറയാം, ഇതിൽ ഡിഫൻഡർ ആയിരിക്കും. നമുക്ക് പ്രീമിയർ ലീഗിൽ ലോൺ ചെയ്യാൻ പറ്റില്ല. പ്രീമിയർ ലീഗിൽ നിന്നല്ല ഞാൻ പറഞ്ഞ, എവിടുന്നായാലും ലോൺ ചെയ്യാൻ ഏതെങ്കിലും ഡിഫൻഡറിനായിരിക്കും ലോൺ എടുക്കുന്നത്. അല്ലാതെ അറ്റാക്കറിനെ എനിക്ക് തോന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അറ്റാക്കറിന് അത്രയും പ്രൈസ് ആവും എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ വേണ്ടിയാണല്ലോ ഡയറക്ടർ ഓഫ് എന്താ പറയാ ഇറങ്ങി തിരിഞ്ഞു ചെയ്ത് നോക്കിയോ, ട്രാൻസ്ഫർ വിൻഡോ ഡെഡ് ലൈന് റാഷ്ഫോർഡിനെ അങ്ങ് പിടിച്ച് സൈൻ ചെയ്യും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഞാനത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മറ്റേ വാർ റൂമിൽ വെച്ച് പറയുകയും ചെയ്തു. നമ്മളിപ്പോ ഒരു മറ്റേ ഡി അഡിക്ഷൻ സെന്റർ പോലെ ആണല്ലോ. നമ്മൾ മറ്റേ
വയ്യാത്തവർക്കും എല്ലാരും ഇങ്ങോട്ട് പിടിച്ച് നന്നാക്കാൻ ഒരുങ്ങിയിരിക്കുക. ഡി അഡിക്ഷൻ സെന്റർ അല്ലടാ ഈ മറ്റേ വൃദ്ധസദനം എന്ന് പറയില്ലേ, അല്ല ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് മറ്റേ തീരെ മറ്റേ വലിയ വലിയ വിഷയങ്ങളും പ്രാന്തും അങ്ങനെ ഉള്ളവന്മാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കും. ചിലത് നടക്കും, ചിലത് നടക്കൂല എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ഫോർ ആർസണൽ. പക്ഷെ അതുകൊണ്ട് പറഞ്ഞേ എക്സ്പെക്ടേഷൻ താഴോട്ട് കൊണ്ടുവരിക. ടോപ്പ് 4 എന്തായാലും കാണും, അതിൽ താഴോട്ട് പോവില്ല. കാരണം ആ ഒരു രീതിയിലാണ് ഡിഫൻസ് ഉള്ളതുകൊണ്ട്. ഡിഫൻസ് ഗോൾ അധികം ലീക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ജയിക്കുന്നുണ്ട്. ടോപ്പ് 4 എന്തായാലും താഴെ പോവില്ല. പക്ഷെ നമ്മൾ ആ 3rd പൊസിഷൻ 2nd പൊസിഷനിൽ മാറി കളിക്കും. സോ ഡെഫിനറ്റ്ലി ലിവർപൂൾ വിൽ ഡെഫിനറ്റ്ലി വിൻ ദ ടൈറ്റിൽ. അതല്ലെങ്കിൽ അവരെ ദേ ഹാവ് ടു റിയലി ഡ്രോപ്പ് ഓഫ്. അവർ ആ ഒരു ലെവലിൽ ബോട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും പോയിന്റ് ഗ്യാപ്പ് ഉണ്ട് അവർക്ക്. സോ ദേ ഹാവ് ദി മേജർ അഡ്വാൻറ്റേജ് ഫോർ ദി പ്രീമിയർ ലീഗ് നൗ. ആർസണൽ ഈസ് നോവെയർ നിയർ ആ ഒരു ടൈറ്റിൽ റേസിന് വേണ്ടി റെഡി അല്ല. ഞാൻ പ്രതീക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ കളി മുന്നേ വരെ ലൈക് ബ്രൈറ്റന്റെ കളി മുന്നേ വരെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ, ഒരു എക്സ്പെക്ടേഷൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയട്ടെ, എക്സ്പെക്ടേഷൻ ആസ് എൻ ആർസണൽ എക്സ്പെക്ടേഷൻ ഞാൻ പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് എല്ലാവരും എന്ത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ ആർസണൽ എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഇപ്പൊ അത് ആ അവസ്ഥയെ പോലും എനിക്കിപ്പം വരാത്ത അവസ്ഥയായി. ഇപ്പൊ എക്സ്പെക്ടേഷനെക്കാളും ഹോപ്പാണ് ഇപ്പം. അറ്റ്ലീസ്റ്റ് ആ കരബാവ് കപ്പിൽ എന്തേലും ഒരു ഫോക്കസ് വന്നിട്ട് എന്തേലും ഒന്ന് ചെയ്ത് കളഞ്ഞാൽ മതി. പ്രോബ്ലം ഇതാണ് ബ്രോ, നമുക്ക് ഗോൾ അടിക്കുന്ന കപ്പ് കോമ്പറ്റീഷൻ ജയിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ജയിക്കാൻ പോകുന്നത് പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരിക്കും. അതല്ലാണ്ട് നമ്മൾ റായയുടെ കഴിവ് അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ടീം ഇപ്പൊ അങ്ങനെ ഡ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. കപ്പ് കോമ്പറ്റീഷൻ വരുന്നു, അതായത് ഡിഫെൻഡ് ചെയ്യുക, ഗോള് മാക്സിമം കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷെ എന്തോ നമുക്ക് ആ ഒരു ഇന്റന്റ് ഇല്ല, അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ഇന്റന്റ് ഇല്ല. അത് പോയി കംപ്ലീറ്റ്ലി മാറി ഇപ്പോ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ആർട്ടറ്റ ബിൽഡ് ചെയ്ത അറ്റാക്കും കാര്യങ്ങളും അതെങ്ങനെ ഇങ്ങനെ ഒരു ഇതിലോട്ട് ട്രാൻസ്ഫോം ആയെന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഇനിയിപ്പം താഴേക്ക് ആക്കുക. ടോപ്പ് 2 ടോപ്പ് 3 ചാൻസ് ഉള്ളത് സിറ്റി കേറി സിറ്റി 2 കളി ജയിച്ചല്ലോ. അപ്പം ചെൽസി ഒന്ന് ഡ്രോപ്പ് ചെയ്തു. ഈ 2 ടീമുകൾ നമ്മുടെ മേളിൽ പോവാതിരുന്നാൽ മതി എന്നുള്ള സിറ്റി പോകുന്നു തോന്നുന്നില്ല. ബട്ട് സിറ്റി കാരണം അവരിനി ഒരു ഫോം പിടിച്ചാൽ മതി, അവർക്ക് സ്ട്രീക്ക് പിടിച്ച് ഇനിയാണ് അവരുടെ ഒരു ടൈം. ഈ ഒരു ടൈമിലാണ് നമ്മൾ ഡ്രോപ്പ് ആവുന്നതും. ഓൾറെഡി ഫസ്റ്റ് ഹാഫിലും ഡ്രോപ്പ് ആയി, ഇതിപ്പോ സെക്കൻഡ് ഹാഫിൽ ഏകദേശം ഡ്രോപ്പ് ആയി തുടങ്ങുന്നുണ്ട്. സിറ്റി ഇവിടുന്ന് അവരൊന്ന് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ലിവർപൂളിനെ കമ്പീറ്റ് ചെയ്യാം. അത് മാത്രമേ അതിലുള്ള ഒരു ടൈറ്റിൽ റേസ് വരാൻ ചാൻസ് ഉള്ളൂ. ഇനിയിപ്പോ ടൈറ്റിൽ റേസ് എന്ന് പറഞ്ഞ സാധനം ടൈറ്റിൽ റേസ് എന്ന് പറഞ്ഞ സാധനം ഇത് 1 ഹോഴ്സ് റേസ് ആണ് മോസ്റ്റ്ലി ഇത് പറയാൻ ചാൻസ്. അല്ല ഇപ്പൊ അറ്റ് ദ മൊമെന്റ് ഇപ്പൊ അതാണ് നടക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഓക്കെ ലെസ്സി, കാരണം സെക്കൻഡ് ഹാഫിൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒന്ന് ടേൺ അപ്പ് ആവുന്ന പോലെ പ്ലേയേഴ്സ് ഓട്ടോമാറ്റിക്കലി ഒന്ന് ബൂസ്റ്റപ്പ് ആവും എന്ന് കരുതി. പക്ഷെ ദുബായ് ട്രിപ്പ് മിസ്സായി, ദുബായിലേക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. എനിവേ അപ്പോ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഡേ, നോട്ട് എ ഗുഡ് വീക്ക്. ഇനി നെക്സ്റ്റ് മാച്ച് കരബാവ് അഗേൻസ്റ്റ് ന്യൂ കാസിൽ അറ്റ് ഹോം, ഫസ്റ്റ് ലെഗ് നാളെ. എന്താണ് ആ ഒരു മാച്ച് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ലെഗ് ആണ് എനിക്കറിയില്ല. ഒരു മിത്ത് പറയാണ് നാളെ എന്താ വൈറ്റ് ജേഴ്സി ഇട്ടാണ് കളിക്കുന്നത്. ആ ജേഴ്സി ഇട്ടിട്ട് നമ്മൾ ഇതിനായിട്ട് ജയിച്ചിട്ടില്ല. അയ്യോ ഒന്നും പറയണ്ട, അതിന്റെയും കൂടെ കുറവുള്ളൂ. പക്ഷെ ലൈക്ക് കപ്പ് ഗെയിം അല്ലേ, സോ ഹോം ഗെയിം ആണ്. അവന്മാര് ഗോൾ അടിക്കാണ്ട് നോക്കുക ഡിഫെൻസീവ്ലി. എങ്ങനെ ചാൻസ് കിട്ടിയ ഒരെണ്ണം അടിക്കുക. സത്യം പറഞ്ഞാൽ ഇത് മറ്റേ എന്താ പറയാ, ന്യൂ കാസിലാണ് കേൾക്കുന്ന. ഇസാക്ക് ഇല്ല, ഗിമറൈസും ഇല്ല എന്നാ കേൾക്കുന്നത്. അല്ല അതൊക്കെ അതിലൊന്നും കാര്യമില്ല, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അല്ല അതില്ല, അതെങ്കിലും ചിന്തിച്ചിട്ട് അവര് ഗോൾ അടിച്ച് കൂട്ടൂല എന്ന് പ്രതീക്ഷിക്കുന്നു.
അല്ല അവർ ഗോൾ അടിച്ച് കൂട്ടില്ല. അത് അങ്ങനെ ചെയ്യില്ല. കാരണം അവർ ഓപ്പൺ ആയിട്ട് തരില്ല. നമുക്ക് ഓപ്പൺ സ്പേസ് തന്നാൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യില്ല. ഇപ്പൊ എല്ലാ ടീംസും നമ്മുടെ ഒരു ടാക്ടിക്സ് പഠിച്ചത് ഓപ്പൺ സ്പേസ് അവർ തരില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഓൺ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം അത് പ്രശ്നമാണ്, പണിയാണെന്ന് അറിയാം. അതുകൊണ്ട് അവര് ലോ ബ്ലോക്ക് ഇട്ട് തന്നെ കളിക്കുള്ളൂ, പ്രത്യേകിച്ച് നമ്മുടെ ഹോമിൽ. ബട്ട് നമ്മള് ഞാനങ്ങനെ എന്തുന്നാ ഇപ്പൊ ടൈറ്റിൽ ഹോപ്സ് കുറച്ച് ഡ്രോപ്പ് ചെയ്തതുപോലെ ഈ എന്തായാലും ഈ ഒരു എന്താ കപ്പ് ഗെയിമിന് ഞാൻ ഹോപ്പ് ഡ്രോപ്പ് ചെയ്യുന്നില്ല. 2 ലെഗ് ഉണ്ടല്ലോ. ലൈക്ക് ഫസ്റ്റ് ലെഗിൽ നോക്കിയിട്ട് നമുക്ക് വി ക്യാൻ ഡിസൈഡ്. ഇറ്റ്സ് ലൈക്ക് കപ്പ് ഗെയിം. നമ്മൾ എനിക്കെല്ലാം ബോണസ് ആണ്. ഇനി എത്ര എന്റെ മൈൻഡ് ഇപ്പൊ ആ ഒരു ലെവലിലേക്ക്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന വെച്ച് നോക്കുമ്പില്ലേ, ലൈക്ക് സിറ്റുവേഷൻ കറന്റ്ലി പറയുന്ന യുണൈറ്റഡ് ഫാൻസ് അവര് തമ്മിൽ സംസാരിക്കുന്ന പോലെയാണ് നമ്മൾ ലിറ്ററലി സംസാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൂടി എക്സ്പെക്ടേഷൻ കൂടിയപ്പോ ആ എക്സ്പെക്ടേഷൻ നമ്മള് കഴിഞ്ഞ സീസൺ അത്ര ചെറിയ പോയിന്റിന് മിസ്സായപ്പോ നമ്മൾ ചിന്തിച്ച് ആ ഒരു മോട്ടിവേഷനിൽ ഈ സീസൺ നമ്മൾ ഭയങ്കര നല്ല ഗ്യാപ്പിലായിരിക്കും ടോപ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. ലിവർപൂളിന്റെ സീസൺ നമുക്കുണ്ടാകും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ അവിടെ ആ എക്സ്പെക്ടേഷൻ ഭയങ്കരമായിട്ട് കൂടി. ആ എക്സ്പെക്ടേഷൻ നമ്മൾ എല്ലാ ഫാൻസും ഭയങ്കരമായിട്ട് കൂടിയത് കൊണ്ട് ആ തിരിച്ചടിയായി നല്ല രീതിക്ക്. ടു ബി ഫെയർ, ഇപ്പൊ ഈ നമ്മുടെ ഈ സ്ഥാനത്ത് ഇപ്പം യുണൈറ്റഡ് ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് ബി റിയലി ഹാപ്പി ടു ബി ഇൻ ദിസ് പൊസിഷൻ അവർ പറയും. 100% ഷുവർ. ഡെഫിനറ്റ്ലി. അല്ല, കാരണം അത് അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ 2, 3, 4 വർഷം മുമ്പാണ് നമ്മളോട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയൂലേ. നീ ബേസിക് ഒരു ചെൽസി ഫാൻ അടുത്ത് വെച്ചിട്ട് അവർ 4 കളി ഡ്രോപ്പ് ചെയ്തു. സ്റ്റിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ഹാപ്പി വിത്ത് ദിസ് പൊസിഷൻ, ടോപ്പ് 4 ഒന്ന് കിട്ടിയാൽ മതി എന്ന് അവർ പറയുള്ളൂ. കാരണം അവർക്ക് അത്രയും മോശമായ സിറ്റുവേഷനിൽ നിന്ന് അവർ ഇത്രയും മേളിലോട്ട് പെട്ടെന്ന് എത്തി. നമ്മൾ ഈ 2ാം സ്ഥാനത്ത് കിടന്ന് ഇത് ഉരുണ്ട് നിന്ന സമയം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഫ്രസ്ട്രേഷൻ. അതാണ് ഇപ്പൊ അത് ജെനുവിൻ ഫ്രസ്ട്രേഷൻ ആണ്. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇത്രയും നല്ലൊരു സ്ക്വാഡ് ഒരു ട്രോഫി അടിച്ചിട്ടാണെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായോ? ഇത് ഇപ്പൊ സിറ്റി ആണ് ഈ സ്ഥാനത്തെങ്കിൽ അവരുടെ ഫാൻസ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദേ ഹാവ് ലോട്ട് ഓഫ് ട്രോഫീസ്. കാരണമില്ല. 6 വർഷമായിട്ട് അവർ കപ്പടിച്ചു. അതെ, അതിനിടയ്ക്ക് 4 അതിലൊരു ട്രിപ്പിൾ, ഇത്രയും ഒരു കളക്ഷൻ ഓഫ് ട്രോഫീസ് ഉണ്ട്. നമ്മൾ ഒരു മേജർ ട്രോഫിക്ക് വേണ്ടി 20 വർഷമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അതാണ് മേജർ ഫ്രസ്ട്രേഷൻ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാമ്പ്യൻസ് ലീഗില് ലെറ്റ്സ് സേ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം ഈ ഒരു സമയത്ത് ചാമ്പ്യൻസ് ലീഗ് ലിവർപൂൾ അടിച്ചു, പ്രീമിയർ ലീഗ് അവര് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ചെയ്തു ഒരു സിനാരിയോ ഞാനിപ്പോ പറയാം. എന്നാൽ പോലും അവർ ഹാപ്പി ആയിരിക്കും. കാരണം അവർക്കൊരു ട്രോഫി കിട്ടി, അതിന് മുന്നേ അവർക്കൊരു പ്രീമിയർ ലീഗ് കിട്ടി, അതിന്റെ ഇടയ്ക്ക് ഒരു ചാമ്പ്യൻസ് ലീഗും കിട്ടി. നമുക്ക് ഈ വരുന്ന ഡെസ്പറേഷൻ അല്ലെ നമ്മൾ ബോട്ടിൽ ചെയ്യുമ്പം അല്ലെ നമ്മൾ ഈ ഡ്രോപ്പ് ചെയ്ത പോയിന്റ്സിന്റെ ആ വിഷമം അവർക്ക് അത്ര വരില്ല. കാരണം 20 ഇയേഴ്സ് നമുക്ക് കിട്ടിയില്ല. അവർക്ക് എന്തൊക്കെ ഡ്രോപ്പ് ഓഫ് വന്ന സിറ്റുവേഷൻസ് ആണെങ്കിലും അവർക്ക് ഇടയിൽ ട്രോഫീസ് ഉണ്ട്. അത് ഈ പറയുന്ന കറബാവോ FA കപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ലീഗ് സ്റ്റേജിൽ അവർക്കുണ്ട്. ഇപ്പൊ ചെൽസിക്കാണ് ഇത്രയും ഡ്രോപ്പ് ഓഫ് ഉണ്ടെങ്കിലും ദേ ഹാവ് മോർ, ഒരു യൂറോപ്യൻ ട്രോഫി അവർക്കുണ്ട്. പ്രീമിയർ ലീഗ് അടുത്തായിട്ട് തന്നെ അവർക്കൊരു പ്രീമിയർ ലീഗ് ഉണ്ട്, ഒരു ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. പറഞ്ഞ പോലെ അവരെല്ലാ ക്ലബ് വേൾഡ് കപ്പും എല്ലാം ആ ഒരു ഇതിൽ അവർ ഓൾറെഡി വന്നു. ഡെസ്പറേഷൻ ഫോർ നമുക്കുള്ള ആ ഡെസ്പറേഷൻ ഓൺലി സേ മേ ബി യുണൈറ്റഡ്, നിയറിംഗ് ടു യുണൈറ്റഡ്. മനസ്സിലായോ? യുണൈറ്റഡിന് പോലും നമ്മുടെ അത്ര ഡെസ്പറേഷൻ മീൻസ് അങ്ങനെയല്ല. അവർക്ക് ഒരു യൂറോപ്യൻ ട്രോഫി ഉണ്ടല്ലോ, മറ്റേ യൂറോപ്പ ലീഗ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന FA കപ്പും കാര്യങ്ങളും നമുക്കുണ്ട്. ഒരു FA കപ്പ് ഉണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ആ ഒരു ഡെസ്പറേഷൻ ഫോർ മേജർ ട്രോഫി, ആ ഡെസ്പറേഷൻ അതർ ദാൻ യുണൈറ്റഡിന് ഇപ്പൊ അറ്റ്ലീസ്റ്റ് പറയാലോ, യുണൈറ്റഡ് വി ഹാവ് 13 പ്രീമിയർ ലീഗ് ഉണ്ട്, അല്ലെങ്കിൽ അതൊക്കെ പറയാലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ട് പിന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്പേഴ്സ് അണ്ടർ പോച്ചറ്റിനോ പോലെ തന്നെ ആവോ എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് പേടി അതൊക്കെ ഉണ്ട് നമുക്ക്. ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.
യെസ്, അപ്പം നമുക്ക് അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു നാളത്തെ പ്രഡിക്ഷൻ എന്താ നാളത്തെ കളിയുടെ? നാളത്തെ കളി ഡെഫിനറ്റ്ലി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ പ്രഡിക്ഷൻ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലുള്ള ആർസണൽ സ്നേഹം പുറത്തു വരും. എന്റെ ആഗ്രഹം എന്റെ ആഗ്രഹം 1 ഇല്ലാണ്. പക്ഷെ റിയലിസ്റ്റിക് സ്കോർ 0-0 ആണ്. എന്റെ റിയലിസ്റ്റിക് സ്കോർ 1-0 ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോം ആയതുകൊണ്ട് മാത്രം. ആഗ്രഹം ഒരു 3-1 ആണ്. ആഗ്രഹം എന്റെ ആഗ്രഹമാണ് വണ്ടി, വേറൊന്നുമല്ല. ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. അത്യാഗ്രഹം എന്ന് പറയാം. 3-1 അല്ല, അത്യാഗ്രഹം. ആഗ്രഹമല്ല, അത്യാഗ്രഹം. കാരണം വീക്കെൻഡ് ഒരുമാതിരി ശോകമായിരിക്കുക. പിന്നെ ജോലി തിരക്കും അമ്മാതിരി. ഈ കളിയിലെങ്കിലും ഒരു 3 ഗോൾ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമാധാനം. യുണൈറ്റഡിന് മുന്നേ ഒരു സമാധാനം. ജയിച്ചാൽ മതി. അത് കഴിഞ്ഞ ആ ഒരു മാച്ച് ഉണ്ട്. പിന്നെ സ്പേഴ്സ്, അത് കഴിഞ്ഞ സ്പേഴ്സ് ആണ്. ഇതിനു മുന്നേക്ക് ഒരു മുന്നോടിയായിട്ടൊരു ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടണ്ടേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു പരിപാടി അവസാനിപ്പിക്കാം. റോസ്റ്റിംഗ്. എന്ത് റോസ്റ്റിംഗ്. ഓക്കെ, അപ്പം യെസ്, താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ ജോയിനിങ് സ്ട്രീം. അപ്പൊ നമുക്ക് ഇനിയും ന്യൂ കാസലിന്റെ മാച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അപ്പം നിങ്ങളുടെ ന്യൂ കാസൽ മാച്ചിന്റെ പ്രഡിക്ഷൻസ് ഒക്കെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഓൾസോ ആർസണൽ ബ്രൈറ്റൺ മാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയതൊക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ മാച്ച് കണ്ടിട്ട് തോന്നിയതൊക്കെ കമന്റ്സിൽ എഴുതുക. ആൻഡ് യെസ്, ആസ് ഓൾവേസ്, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി put down in the comments. Anyway, thank you so much guys for watching. See you in the next video. Bye bye.